നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് അൻസാർ തങ്ങൾ കുഞ്ഞുകൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അൻസാർ, നോക്കൂ, അതായത് വളരെയധികം ക്രൂരമായ ഒരു മർദ്ദനമാണ് ഈ 41-കാരന് നേരെ നടന്നിരിക്കുന്നത്. ഈ 3 യുവാക്കൾ മദ്യപിക്കാനായി പണം ചോദിക്കുന്നു. അയാളത് നൽകാത്ത സാഹചര്യത്തിൽ അയാളെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. കഴുത്തിൽ കിടന്ന 2 പവന്റെ മാല പിടിച്ചു പറിക്കുന്നു. അതുപോലെ തന്നെ പോക്കറ്റിലുണ്ടായിരുന്ന പണം കൈക്കലാക്കുന്നു. എങ്ങോട്ടാണ് ഈ യുവജനതയുടെ പോക്ക് എന്ന് നമ്മളെ ആശങ്കയിലാഴ്ത്തുന്ന വിധമുള്ള സംഭവങ്ങളാണ് ദിനംപ്രതി ഈ ഒരു പ്രായക്കാരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു നിയമവശങ്ങൾ എങ്ങനെയാകും? പോലീസ് എപ്പോഴും നമ്മുടെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം എന്നാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ പോലീസ് അത് കൃത്യമായി ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് ഇത്തരം നിയമവിരുദ്ധ നടപടികൾ കാണുമ്പോൾ കേസെടുത്ത് ഇവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള സംവിധാനം എന്തായാലും ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും ഇതിനകത്ത് എടുക്കാൻ പോലീസ് എടുത്തിരിക്കുന്ന വകുപ്പ് BNS-ലെ 309 ആയിരിക്കും. BNS-ലെ 309 റോബറിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കൃത്യമായി നടന്നിരിക്കുന്നത്. അതിന്റെ സബ്സെക്ഷൻസ് വേറെയും ഉണ്ടാവും. കാരണം നല്ല ആയുധം കൊണ്ട് അടിക്കുന്നു, ഉപദ്രവിക്കുന്നു, അതും തടങ്കൽ വെക്കുന്നു, ഇതൊക്കെ അതിനകത്ത് അതിന്റെ കൂടെ ആ കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് കാര്യം, ഇതൊക്കെ പണ്ടും അല്ലെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. ഇത് ഈ മൊബൈൽ ഫോണിൽ എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു സുഹൃത്ത് തന്നെ ആയിരിക്കാം ഈ മൊബൈൽ ഫോണിൽ ഈ ചിത്രം അല്ലെങ്കിൽ ഈ വീഡിയോ പകർത്തിയിരിക്കുന്നത്. ഇപ്പൊ ഈ മൊബൈൽ ഫോണ്, ഈ വീഡിയോ ഉള്ള മൊബൈൽ ഫോൺ വന്നതിന് ശേഷവും ഈ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയതിനു ശേഷവും വാട്സപ്പ് സന്ദേശങ്ങൾ പരസ്പരം കൈമാറാനൊക്കെ ഉള്ള ഒരു ശ്രമം വന്നതിന് ശേഷമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് വളരെയധികം വേദനാജനകമായ ഒരു കാര്യം മാത്രമല്ല, ഞെട്ടലോടുകൂടി മാത്രമേ നമുക്കിത് നോക്കിക്കാണാൻ കഴിയൂ. കാരണം ആളുകൾ അധികം ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ പോലീസ് കൃത്യമായിട്ടും പല കഞ്ചാവ് മറ്റ് ലഹരി ഉപയോഗങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്, ആളുകളെ പിടിക്കുന്നുണ്ട്, ഒരുപാടെണ്ണം കണ്ടുകെട്ടുന്നുണ്ട്. റീസെന്റ് ഒത്തിരി സംഭവങ്ങൾ നമ്മൾ ഈ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നുമുണ്ട്. ഇതിന്റെ ഉപയോഗം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിന്റെയും തെളിവാണ് ഇത്തരം കഞ്ചാവും മറ്റ് ഈ രാസപദാർത്ഥങ്ങൾ, അതായത് ഈ MDMA പോലുള്ള മറ്റ് വസ്തുക്കളും ഒക്കെ പോലീസ് ഇത്ര ഗണ്യമായി പിടിക്കുന്നുണ്ടെങ്കിൽ എത്ര സുലഭമായി ഇത് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് ആളുകളുടെ സിരകളിലൂടെ ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ, ചെറുപ്പക്കാരുടെ സിരകളിലൂടെ ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ അവരെ തന്നെ മറന്നുകൊണ്ട് അവരുടെ മുൻപിൽ വരുന്നവരെ എല്ലാവരെയും എങ്ങനെ ആക്രമിക്കാൻ കഴിയും, എങ്ങനെ പണം കൈക്കലാക്കാൻ കഴിയും എന്നുള്ള നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. ഈ മനുഷ്യത്വം എന്നൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ മദ്യലഹരിയിലായി എന്നാണ് ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ വാർത്തയിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രതികൾ മദ്യലഹരിയിലായിരുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് അവർ ലഹരിയിലായിരുന്നു. ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അവരെ തന്നെ മറന്ന് അവരെന്തും ചെയ്യുന്ന ഒരു പ്രകൃതത്തിലേക്ക് പോവുകയാണ്. കൊലപാതകങ്ങൾ ഒരുപാട് നടക്കുന്നു. അപ്പൊ ഇത്തരം നടപടികൾ കുറയ്ക്കാൻ ഏക മാർഗം ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി പൊതുജനങ്ങളും കൂടെ പോലീസ് സംവിധാനങ്ങളെ കൂടെ സഹായിച്ച് ഇത്തരം നടപടികളിലേക്ക് പോകുക. പല മാതാപിതാക്കളും ഇവർക്കറിയാം മക്കൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന്, പക്ഷെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാനോ അവർക്ക് പോലീസുകാരെ കാട്ടി കൊടുക്കാനോ കഴിയുന്നില്ല. മാതാപിതാക്കൾക്കറിയാം, സുഹൃത്തുക്കൾക്കറിയാം, ബന്ധുക്കൾക്കറിയാം, നമ്മുടെ ഇടയിലൂടെ പലരും ഇത് ഉപയോഗിക്കുന്നത് നമുക്കറിയാൻ കഴിയും. പക്ഷെ ഇവരെ ഒന്നും കാണിച്ചു കൊടുക്കാനോ ഇത് ഇവർക്ക് തടയാൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളും പല ഭാഗങ്ങളിൽ നിന്നും വരാത്തത് കൊണ്ടാണ് ഇപ്പോഴും നിർലോഭമായി ഇത് തുടരുന്നത്. ഇത്തരം ഉപയോഗിക്കുന്ന ആളുകളെ എതിർക്കാനും അവരെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തും എന്ന് അവർ മനസ്സിലാക്കിയാൽ ഇത് ഉപയോഗം കുറയ്ക്കാനും ഒക്കെ കഴിയും. ഇതിന് ചികിത്സ കൊടുക്കേണ്ടവർക്ക് ചികിത്സ കൊടുക്കാനും ഇതിന്റെ ഉപയോഗം കുറയ്ക്കാനും കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ കുറയും. ഇതെന്താ ചെയ്തതെന്ന് ചിലപ്പോൾ ഇവർ പോലും അറിയത്തില്ലായിരിക്കും. ഇവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവരോട് ചോദിക്കുമ്പോഴായിരിക്കും ഇവർക്കത് ഓർമ്മ പോലും കാണില്ല. അത്തരം ലഹരിയിലായിരിക്കും അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി ഇവർക്കെതിരെ ഉചിതമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോഗ്രാഫ് വലിയ തെളിവ് തന്നെയാണ്. ഒരാളെ ഇങ്ങനെ ക്രൂരമായി ഉപദ്രവിക്കുന്നതും അയാളുടെ കൈവശമുണ്ടായിരുന്ന സ്വർണ്ണാഭരണവും പണവും അപഹരിക്കുന്നതുമൊക്കെ 10 വർഷം വരെ തടവ്, അതായത് കഠിന തടവ് കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. എന്തായാലും അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പോലീസ് ശ്രമിക്കുമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പ്രതീക്ഷിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ അൻസാർ തങ്ങൾ കുഞ്ഞ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.